പ്രഭാഷ്യകൃതോ ഭഗവന്തോ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവാൻ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബൃഹദാരണ്യകം അധ്യായം 2. സ യഥോർണനാഭിസ്തന്തുനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാവിസ്ഫുലിംഗാവിശ്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി വിചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. ഉപനിഷദ്വിത്യാഹ സത്യസ്യ സത്യമിതി സാ ഹി സർവത്ര ച ഉപനിഷദ് അലൗകിക അർത്ഥത്വാ ദുർവിജ്ഞായാർത്ഥേതി തദർത്ഥമജഷ്ഠേ പ്രാണാ വൈ സത്യം തേഷാം ഏഷ സത്യം ഇതി. ഏതസ്യ വാക്യസ്യ വ്യാഖ്യാനായ ഉത്തരം ബ്രാഹ്മണദ്വയം ഭവിഷ്യതി. ഇത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗത്തിന് പറയുന്ന ശിശുബ്രാഹ്മണം, അത് കഴിഞ്ഞ് വരുന്ന മൂർത്താമൂർത്ത ബ്രാഹ്മണം. ഭാഷകാരൻ പറയുന്നത് ഈ രണ്ട് ബ്രാഹ്മണങ്ങളും സത്യസ്യ സത്യം പ്രാണാവായി സത്യം തേഷാം ഏഷ സത്യം എന്ന് പറയുന്ന ഈ ആശയത്തെ വിശദീകരിക്കുന്നു. വിശദീകരിക്കുന്നത് ശ്രുതിയുടെ ശൈലിയിൽ വിശദീകരിക്കും. അതുകൊണ്ടിവിടെ ഭാഷകാരൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. അതിനെ പ്രാണാവൈ സത്യം. അപ്പോൾ അവിടെ ശിശുബ്രാഹ്മണത്തിലും മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിലും നേരിട്ട് ഇതിന്റെ ഒരു വിശദീകരണമല്ല. പ്രാണനെയും മറ്റും വിശദീകരിച്ച് അതിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ട് അവസാനം ബ്രഹ്മത്തിലെത്തിക്കുന്ന രീതിയാണ്. ഇവിടെ ഇപ്പം നമ്മൾ സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ സത്യസ്യ സത്യം എന്ന് പറയുന്നു. തേഷാം യേശ സത്യം. ഇവിടെ പ്രാണൻ എന്നുള്ളതിന് എടുത്തു പറയാൻ കാരണം അജാതശത്രു ആ സുഷുപ്തനായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രാണനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവന്റെ പ്രാണൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു, എന്നാൽ അവൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്നവന് കാണുന്ന സത്യം പ്രാണനാണ്. പ്രാണൻ ചലിക്കുന്നതാണ്. അതാണ് അവിടെ പ്രത്യക്ഷമായിരിക്കുന്ന സത്യം. അവന്റെ മനസ്സോ കർണങ്ങളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നില്ല, ഒന്നിനെ അറിയുന്നില്ല. അപ്പോ ഉറങ്ങുന്നവനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ ഇവിടെ പ്രാണൻ ഉണർന്നിരുന്നു. നമ്മൾ സാധാരണ എന്തിനാ സത്യം എന്ന് പറയുന്നു? എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഞാനിപ്പോൾ സത്യം എന്ന് പറയുന്നു.
ഈ പുസ്തകത്തെക്കുറിച്ചുള്ളതിൻ്റെ അറിവ് ശരിയാണ്. പുസ്തകം നിന്റെ മുമ്പിലുണ്ടോ? ഉണ്ട്. ഇവിടെ എല്ലാം പുസ്തകത്തെ സംബന്ധിച്ച് സത്യം എന്നാണ് പറയുന്നു. ശരി, പുസ്തകം നശിച്ചെന്നിരിക്കട്ടെ, പുസ്തകം ഭസ്മമായി, പിന്നെ പുസ്തക സത്യം എന്ന് പറയാൻ കഴിയില്ല. അത് നശിച്ചുപോയി. എന്നെ പറയാൻ കഴിയും, നശിച്ചുപോയതാണ്. അവിടെ സൃഷ്ടിയിൽ നോക്കുമ്പോൾ ബാക്കിയെല്ലാം ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന സർവ്വതും അവിടെ നശിച്ചിരിക്കുന്നു. നശിച്ചതിനൊന്നും സത്യമെന്ന് പറയാൻ വയ്യ. അവിടെ പ്രാണൻ മാത്രം ഉണ്ടെന്നിരിക്കുന്നു. പ്രാണൻ സത്യമാണ്, അത് നശിക്കാത്തതുകൊണ്ട്, അനുഭവ വിഷയമായിരിക്കുന്നുണ്ട്. പക്ഷെ ആ സത്യത്തിൽ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ സത്യമെന്ന് വേദം പറയേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ അറിയാം. ഞാനിത് കാണുന്നു, ഇതിനെ സത്യമായി അനുഭവിക്കുന്നു. എന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഈ സത്യത്വം ഗുരു ഉപദേശിക്കേണ്ട കാര്യമാണ്. ആ സത്യം എങ്ങനെ നിലനിൽക്കുന്നു? ഇതിൽ ഈ സത്യബുദ്ധി എവിടുന്ന് വന്നു? അത് ഏഷ സത്യം, സത്യസ്യ സത്യം. അത് ഉപദേശിക്കാൻ ഗുരു വേണം, അല്ലെങ്കിൽ ഉപനിഷത്ത് വേണം. ഈ കാണുന്ന ലോക സത്യം എന്നറിയാൻ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെ സത്യമാണ്. പക്ഷേ സത്യസ്യ സത്യം, ഈ സത്യത്തിന് അപ്പുറം ഒരു സത്യമുണ്ട്. ആ സത്യത്തെ ആശ്രയിച്ചിട്ടാണ് ആ പ്രാണൻ പ്രവർത്തിക്കുന്നത്. മറ്റുള്ള എല്ലാം അവിടെ നശിച്ചിട്ടും മനസ്സും മറ്റവിടെ നശിച്ചുപോയി. വിചാരങ്ങളൊന്നുമില്ല, എല്ലാം നശിച്ചു, ഇല്ലാതായി. അപ്പൊ പ്രാണനെ നിലനിൽക്കുന്ന എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു? പ്രാണൻ. ആ ജീവൻ എന്തിനെ ആശ്രയിച്ചിട്ട് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നു? പ്രാണൻ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? അതാണ് അതിന്റെ പിന്നിലുള്ള സത്യം. സത്യസ്യ സത്യം, അത് നശിക്കാത്ത സത്യമാണ്. അത് മാത്രമേ നശിക്കാത്ത സത്യമുള്ളൂ. ഇതങ്ങനെയല്ല, ഇതൊക്കെ നശിക്കുന്ന സത്യങ്ങളാണ്. സത്യം എന്ന് പറഞ്ഞാൽ നശിക്കാൻ പാടില്ല. നശിക്കുന്ന സത്യം, നശിക്കാത്ത സത്യം, അങ്ങനെ രണ്ടു വരാൻ പാടില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ സത്യമായി അറിയുന്നതെല്ലാം നശിക്കുന്നു, ഒന്നും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സത്യത്തിന് സത്താസ്ഫൂർത്തി നൽകുന്ന ഒരു സത്യമുണ്ട്. അതാണ് വാസ്തവ സത്യം. മറ്റത് വാസ്തവമായ സത്യമല്ല, സത്യത്തിന്റെ ഒരു പ്രതിഫലനം. ആ പരമസത്യത്തിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിതിലൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം. ഈ ജഗത്ത് സത്യമാണ് എന്ന് പറയുമ്പോൾ ഈ പ്രതിഫലനത്തെ അല്ല അവിടെ പറയുന്നു, മറിച്ച് സത്യത്തിന്റെ സത്യമാണ്. ഈ പ്രതിഫലനത്തിന് കാരണമായിരിക്കുന്ന സത്യം. അതുകൊണ്ട് ജഗത്ത് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ ഇതേ രീതിയിൽ സത്യം എന്ന് പറയുന്നില്ല. നാമരൂപാത്മകമെന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. നാമരൂപാത്മകമാണ് എന്ന് പറയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നർത്ഥം. നാമരൂപങ്ങൾക്ക് സ്ഥായിത്വമില്ല. പഞ്ചഭൂതങ്ങൾ ഓരോ രൂപങ്ങളെ പ്രാപിക്കുന്നു. ഇന്നിപ്പോൾ ഇത് പുസ്തകത്തിന്റെ രൂപത്തിലിരിക്കുന്നു, നാളെ ഭസ്മത്തിന്റെ രൂപത്തിലിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ സത്യമൊന്നും വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ ഒന്നുണ്ട്. സത്യത്തിന്റെ സത്യം
ആ സത്യം ഈ മാറ്റത്തിലെല്ലാം അനുസ്യൂതമായിരിക്കുന്നു. സർവത്ര സത്യബുദ്ധി നിലനിൽക്കുന്നു. അത് പരമാർത്ഥ സത്യം. ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ സത്യത്തെ കാണുമ്പോൾ നാമരൂപാത്മകമാണ് സത്യം എന്നല്ല ധരിക്കേണ്ടത്. അങ്ങനെ ധരിക്കാൻ കഴിയത്തുമില്ല. കാരണം അതിന്റെ നാശം നേരിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതിന്റെ നിലനിൽപ്പിനും നാശത്തിനും സത്യമായിരിക്കുന്നത് അതാണ് പരമാർത്ഥം. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യസ്യ സത്യം എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കും. അടുത്ത് വീണ്ടും ഭഗവത് താവത് ഉപനിഷത്ത് വ്യാഖ്യാനായ ഉത്തരം ബ്രാഹ്മണദ്വയം തസ്യ ഉപനിഷത്ത് ഇത്യുക്തം തത്ര ന ജാനീമഃ കിം പ്രകൃതിസ്യാത്മന വിജ്ഞാനമേസ്യ പാണപേഷണ ഉത്ഥിതസ്യ സംസാരിണഃ ശബ്ദാദിഭുജ. ഈ ഉപനിഷത്ത് അഹോസിത് അസംസാരണ കസ്യചിത് മുമ്പത് ചർച്ച ചെയ്ത വിഷയമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയൊരു വിഷയമാണ്. മുമ്പ് വിചാരം ചെയ്ത വിഷയമാണ്. വീണ്ടും എന്തിനു വിചാരം ചെയ്യുന്നു? ശ്രവണം, വിചാരം, നിശ്ചയം. ശ്രവണം, മനനം, നിധ്യാസം. അത് വിചാരം, മനനം, അതിന്റെ പ്രധാന പ്രയോജനം പറയുന്നത് എന്താണ്? സംശയങ്ങളെ ദൂരീകരിക്കുക. എന്തൊക്കെ സംശയങ്ങൾ അവിടെ നിന്ന് വരുന്നു അതിനെ നിഷേധിച്ചിട്ട് ഇന്നതാണ് തത്വം എന്ന് വിടപ്പെടും. അപ്പം മനനത്തിന്റെ ഫലം നിശ്ചയമാണ്, നിധ്യാസം. അപ്പം മനനത്തിലൂടെ ഒരാൾ നിശ്ചയാത്മകമായ ജ്ഞാനത്തിലെത്തി എന്നുള്ളതുകൊണ്ട് അത് പ്രമ അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം അനുഭവമായിക്കൊള്ളണമെന്നില്ല. നിശ്ചയത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. അതെപ്പോഴും യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല. വേണ്ടത്ര വിചാരം ചെയ്ത് സംശയങ്ങളെല്ലാം ദൂരീകരിച്ചാണ് അവിടെ എത്തുന്നത്. പക്ഷെ അങ്ങനെ സംശയങ്ങളെ ദൂരീകരിച്ചെത്തിയാലും അത് പ്രമ അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ഇതാകണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ മരുഭൂമിയിലെ പന്ഥൻ യാത്രക്കാരൻ അവിടെ മരുമരീചിയെ കണ്ടു. എന്തായാലും ജലമില്ലാത്ത സ്ഥലത്ത് ജലത്തെ കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ആരും ചിന്തിക്കും, ഇവിടെ എങ്ങനെ ജലം വരും, ഇത് ജലമാണോ, സംശയിക്കും. അത് ചിന്തിക്കും. അതിനെക്കുറിച്ച് പഴയ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കും. സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, അവിടെ ഓളങ്ങളുണ്ട്, തിരയടിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നു. ഇതെല്ലാം കാണുന്നത് കൊണ്ട് ഇത് വെള്ളം തന്നെ ഉറപ്പിക്കുന്നു. നിശ്ചയമാണ്. ആദ്യം മനസ്സിലുണ്ടായ സംശയമാണ്, ഇത് ജലമാകുമോ ഈ മരുഭൂമിയിൽ, ജലമില്ലാത്ത സ്ഥലത്ത്. പിന്നെ ചിന്തിക്കുന്നു, തിരയും നിരയും എല്ലാം കാണുന്നു. അതുകൊണ്ട് യുക്തിയുക്തമായി ഉറപ്പിക്കുന്നു, ഇത് ജലം തന്നെ. അയാൾക്ക് ജലത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അയാൾ മരുഭൂമിയിലേക്ക് കിടക്കുന്നുമ്പോൾ ചോദിച്ചു, മരുഭൂമിയെക്കുറിച്ച് പരിചയമുണ്ടെടുത്ത്, മരുഭൂമിയിൽ ജലം കാണുമോ? അത് ചില സ്ഥലങ്ങളിൽ കാണും, എല്ലായിടത്തുമില്ല. മരുഭൂമിയിലും മരുപ്പച്ചകളുണ്ട്, അവിടെ ജലം കാണും. ഈ ഒരു അറിവ് അയാളുടെ ഉള്ളിലിരിക്കുകയാണ്, ശ്രവണം കൊണ്ടുള്ള ജ്ഞാനം. ഈ അറിവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നു.
അപ്പോൾ മരീചികയാണ് കണ്ടത്, മരുപ്പച്ചയല്ല. മരീചികയെ കണ്ടിട്ട് സംശയിച്ചു, പക്ഷെ നിശ്ചയിച്ചു ജലം തന്നെ. അവിടെ നിശ്ചയം ശരിയല്ല. ശ്രവണം മനനം എല്ലാം കഴിഞ്ഞാൽ നിശ്ചയം വന്നത്. അതും അറിവാണ്. ഇതിന് വിപരീത ജ്ഞാനം എന്ന് പറയുന്നു. വിപരീത നിശ്ചയം, ഭ്രാന്തി. ഭ്രാന്തിയും നിശ്ചയസ്വരൂപമാണ്. ആത്മതത്വത്തെ ശ്രവിക്കുന്ന ഒരാൾ അയാൾ വിചാരം ചെയ്യുന്നു, പക്ഷെ പലപ്പോഴും എത്തിച്ചേരുന്നത് ഭ്രാന്തിയിലായിരിക്കും. ഭ്രാന്തിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഭ്രാന്തിയിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. തിരിച്ചറിഞ്ഞാൽ പിന്നെ ഭ്രാന്തിയില്ല. അതിൻ്റെ ഒരു വലിയ തകരാറാണ്. വിപരീത നിശ്ചയത്തിൽ ഉറപ്പിച്ചു പോയ അപ്പോൾ അത് തിരിച്ചറിയത്തില്ല. ആ സമയം അതിനങ്ങ് ഉറയ്ക്കും മനസ്സ്. അതുപോലെ ഈ ആത്മതത്വത്തെക്കുറിച്ച് ശ്രവിക്കുന്ന ഒരാളും മനനത്തിന് ശേഷവും വിപരീത ബുദ്ധിയിൽ ഉറയ്ക്കാം. ഇന്നതാണ് ആത്മതത്വം, അല്ലെങ്കിൽ ഇന്നതാണ് തന്റെ സ്വരൂപം എന്ന്. അപ്പോൾ ആ വിപരീത ബുദ്ധിയെ നിവർത്തിപ്പിക്കുന്നതിനുള്ള മനനം പിന്നീട് സംഭവിച്ചില്ലെങ്കിൽ അയാൾ പിന്നെ അത് തന്നെ ആയിരിക്കും അയാളുടെ ബുദ്ധി. വീണ്ടും അയാൾ അവിടെ നിന്ന് നടന്ന് പോയി ജലമാണോ എന്ന് പരീക്ഷിച്ച് ജലമല്ലെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതാന്ത്യം വരെ അയാൾ പറയും, ഞാൻ അവിടെ ജലമുണ്ട്, ഞാൻ കണ്ടതാണ്, ഞാൻ പോയി കുടിച്ചില്ലെന്നേ ഉള്ളൂ, വെള്ളം അവിടെ ഉണ്ട്, എന്നിട്ടും അതെന്റെ അനുഭവമാണ്, ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വാനുഭവത്തല്ലേ പറയുന്നത്. അപ്പോ സ്വാനുഭവം എന്ന് പറയുന്നത് പലരും പറയും, എന്താണ് ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ പോലെ സ്വാനുഭവത്തിൽ വരണം. അപ്പം നമ്മുടെ ധാരണ എന്തെന്ന് വെച്ചാൽ സ്വാനുഭവം എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്നോ? അതല്ല, സ്വാനുഭവം ഭ്രാന്തിയുമാകാം. ഭ്രാന്തി സ്വാനുഭവമാണ്. ഒരു കാര്യം അനുഭവമായി അതുകൊണ്ടത് സത്യം എന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ ഞാൻ ഒരുപാടൊക്കെ തത്വത്തെ ശ്രവിച്ചു, മനനം ചെയ്തു, അവസാനം എത്തിച്ചേർന്നതാണ്, ആയിക്കോട്ടെ. ആ അനുഭവം നിശ്ചയാത്മികയായ ബുദ്ധി എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. അത് ഭ്രാന്തിയുമാകാം. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തി, ആത്മതത്വത്തെക്കുറിച്ചുള്ള ഭ്രാന്തി, ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ഭ്രാന്തിയിലായിരിക്കും. ശരി, ഭ്രാന്തിയിലായിക്കൊള്ളട്ടെ. ഇതിൽ വലിയൊരു ദോഷം കൂടെയുണ്ട്. കാരണം ഇയാൾ ആദ്യം കേട്ടു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ നിശ്ചയത്തിലെത്തിച്ചേർന്നു. ഇതും ഒരു മരീചികയാണ്. ആരായി നിശ്ചയത്തെ സ്വീകരിക്കുന്നത്? ഞാൻ, എന്റെ അഹന്ത. ഈ അഹന്തയാണ് ഇത്തരം നിശ്ചയങ്ങളെ, ധാരണകളെ നിലനിർത്തുന്നത്. അഹന്ത അത് തന്റെ അസ്തിത്വമാണ്. അഹന്ത എന്ന് പറയുന്നത് എന്റെ അസ്തിത്വമാണ്. ആ അസ്തിത്വത്തെ, അഹന്തയാകുന്ന അസ്തിത്വത്തെ ആശ്രയിച്ചാണ് എന്റെ എല്ലാ വ്യവഹാരങ്ങളും, ശ്രവണമനനങ്ങളും മറ്റു കർമ്മങ്ങളും ചിന്തയും എല്ലാം ഞാൻ എന്നുള്ള അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അതാണ് നിശ്ചയിച്ചത്. വിപരീത ബുദ്ധി അതിനാണ് ഉണ്ടായത്. അതിനെ തിരുത്താൻ ശ്രമിച്ചാൽ, കാരണം തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ ശ്രമിച്ചാൽ അഹന്ത അത് അംഗീകരിക്കത്തില്ല. അത് സാധ്യമല്ല.
അത് തിരുത്താൻ സാധ്യമല്ല. അതുപോലെയുള്ളൂ, ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അത് ശരി, എന്റെ അറിവെന്താണോ അത് ശരി. ആ പറയുന്ന അഹന്തയാണ്. ഒരാൾ തന്റെ ഈ അഹന്തയെ ആശ്രയിച്ച് അങ്ങനെ ഒരു വിപരീത ബുദ്ധിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആത്മതത്വത്തെ സംബന്ധിച്ച് അവിടെ നിന്ന് മാറുക വളരെ പ്രയാസമാണ്. അയാൾക്ക് സ്വയം കഴിയത്തില്ല. കാരണം അഹന്ത അതിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അഹന്തയെ നിഷേധിക്കുക, അത് അഹന്ത ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അതിനെ ഇല്ലാതാക്കുക, അത് സാധ്യമായ കാര്യമില്ല. നമുക്ക് അഹന്തയെ പാടില്ല, അഹന്തയെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് 100 പുസ്തകം എഴുതാം. അഹന്താനാശത്തെക്കുറിച്ചും അഹന്താത്യാഗത്തെക്കുറിച്ചും. പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ കാര്യം വരുമ്പോൾ, സ്വന്തം അനുഭവങ്ങളുടെ കാര്യം വരുമ്പോൾ അഹന്തയെ ഇല്ലാതാക്കുകയല്ല, അതിനൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാൻ പോലും ഒരാൾക്ക് ആകത്തില്ല. എളുപ്പമുള്ള കാര്യമില്ല. അവിടെ എപ്പോഴും തന്റെ വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും എല്ലാം അഹന്ത തന്നെ മുഴച്ചു നിൽക്കും. കാരണം അതിനെ താൻ തന്റെ അസ്തിത്വമായി സ്വീകരിച്ചിരിക്കുകയാണ്. അസ്തിത്വത്തെ നിഷേധിച്ചാൽ പിന്നെ താനുണ്ടോ? അതുകൊണ്ട് ഇത് പ്രസംഗിക്കാനും പറയാനും എളുപ്പമുള്ള ഒരു കാര്യമാണെങ്കിലും അഹന്തയെ അങ്ങനെ നിരാശ സാധ്യമല്ല. അത് ശരിയായ സ്വരൂപബോധം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അല്ലാതെ നമ്മൾ അഹന്ത പോകണം, അഹന്ത ആവശ്യമുള്ളതല്ല, അത് നിരാശിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടത് പോകത്തില്ല. അത് ആത്മബോധം കൊണ്ടേ പോകും. പക്ഷെ ആത്മബോധത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താണോ? ഈ അഹന്തയെ ആശ്രയിച്ചിരിക്കുന്ന വിപരീത ബുദ്ധിയാണ്, വിപരീത നിശ്ചയം. നമ്മുടെ അനുഭവത്തിലറിയാം. നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു, ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇന്നതാണ് ആ തത്വം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. ആ നിശ്ചയം എന്ന് പറയുന്ന അനുക്ഷണം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നതാണ്. പക്ഷെ അവിടെ നിന്നാൽ അത് നിന്നു. മുന്നോട്ട് പോയാലോ? ആ മനനം തുടരുകയാണെങ്കിൽ അത് മാറുന്നു. ഞാനത് അങ്ങനെയാണ് ധരിച്ചത്, അത് ശരിയല്ല. ഇപ്പം മനസ്സിലായി അതല്ല, അങ്ങനെ ആയിരുന്നില്ല ബോധിച്ചത്. മറിച്ച് ഞാൻ ധരിച്ചത് അവസാനത്തെ ശരിയാണ് എന്ന് കരുതിയാലോ, ഈ മനനം അവിടെ അവസാനിപ്പിച്ചാലോ, പിന്നെ മുന്നോട്ടൊരു പോക്കില്ല. അവിടെ വിപരീത നിശ്ചയത്തിൽ ഉറച്ചു പോകും. ഈ മനനം അവസാനിപ്പിക്കരുത്, ശ്രവണ മനനങ്ങൾ അവസാനിപ്പിക്കരുത്, അത് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അല്ലെങ്കിൽ അവൻ വിപരീത നിശ്ചയത്തിൽ ഉറച്ചിരിക്കും. അത് നിശ്ചയമാണ്. വാസ്തവത്തിൽ അതും മനനത്തിന്റെ ഫലമാണ്. പക്ഷെ അത് അജ്ഞാന നാശത്തിന് ഉപകരിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അജ്ഞാനം അവിടെ നിൽക്കും. വിപരീത നിശ്ചയത്തിൽ അജ്ഞാനം നശിക്കത്തില്ലല്ലോ. അജ്ഞാനനാശം സംഭവിച്ചില്ലെങ്കിൽ അഹന്ത നാശം സംഭവിക്കുന്നില്ല. അജ്ഞാനനാശം കൂടാതെ അഹന്തയെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു, അതൊരിക്കലും സാധ്യമായ കാര്യം, അസംഭവമാണ്. അത്
മുള നുള്ളിക്കഴിഞ്ഞാൽ വീണ്ടും കിളിർത്ത് വരുന്ന ഒരു ചെടി പോലെയാണ്, കളപ്പുല്ലുകളെ പോലെയാണ്. വലിച്ചു പറിച്ചാൽ വീണ്ടും വരും. എത്ര കാലം അത് പറിച്ചാലും ശരി, എത്ര കാലം ശ്രമിച്ചാലും ശരി, ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും ശരി, വീണ്ടും അത് കിളിർത്ത് വരും. അതിന്റെ ഉന്മൂലനാശം എന്നുവെച്ചാൽ അതിന്റെ വേരോടെ പിഴുതു മാറ്റുക എന്ന് പറയുന്ന അജ്ഞാനനാശമാണ്. അല്ലാതെ അഹന്തയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറെ എന്തൊക്കെ ഉപായങ്ങൾ ചെയ്താലും ശരി, അഹന്ത ചിലപ്പോൾ ഒന്ന് ലഘൂകരിച്ചെന്ന് വരും. ബാക്കി പറയുന്ന വിനയത്തിന്റെ ആചരണങ്ങൾ, വിനയാചരണങ്ങളും മറ്റും, മറ്റുള്ളവരുടെ മുമ്പിൽ ഭവ്യത കാണിക്കുക, നമസ്കരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് വിധേയത്വങ്ങൾ കാണിക്കുക, വാക്കുകൊണ്ട് പറയുക, ഓ എന്നിൽ അഹന്തയൊന്നുമില്ലേ എന്നെല്ലാം പറയുക, അങ്ങനെ ഭാവിക്കുക. ഇതൊക്കെ അഹന്തയെ ആശ്രയിച്ചതാണ്. ചിലപ്പോൾ ലഘൂകരിക്കും, ചിലപ്പോൾ ഇത് തന്നെ ഒരു സ്റ്റൈലായി മാറും. പുതിയൊരു സൈസ് അഹന്ത ഒരുപാട്. അജ്ഞാനനാശം കൂടാതെ സംഭവിക്കത്തില്ല. ആ അഹന്തയെ ആശ്രയിച്ചിട്ടാണ് വിപരീത നിശ്ചയം. ആ വിപരീത നിശ്ചയം ഏത് നിമിഷവും, ശ്രവണ മനനങ്ങളിൽ ഏത് നിമിഷവും ആ വിപരീത നിശ്ചയത്തിലൂടെ കടന്നു പോകുന്നു. പറയുന്നു അത് ശരിയാ, ഇപ്പോൾ കാര്യം പിടികിട്ടി. അടുത്ത നിമിഷം പറയുന്നു ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി. വിപരീത നിശ്ചയത്തിൽ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്കില്ല. ഞാനെല്ലാം പഠിച്ച് മതിയാക്കി, ഞാനെല്ലാം അറിഞ്ഞ് പൂർണ്ണമായി എന്നാർക്കും ധരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മനനം ആവശ്യമാണ്. മനനം സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. പക്ഷെ സംശയങ്ങളെ ദൂരീകരിച്ച് നിശ്ചയത്തിലെത്തുന്നു, അതേ വിപരീത നിശ്ചയത്തിലെത്തുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ മനനം തുടർന്നാലേ പറ്റൂ. അപ്പോൾ അതാണ് മനനത്തിന്റെ മറ്റൊരു പ്രയോജനം. ആദ്യത്തെ പ്രയോജനം ഞാൻ പറഞ്ഞു, സംശയങ്ങളെ ദൂരീകരിക്കുക. സംശയം എന്ന് പറയുമ്പോൾ അതാണോ ഇതാണോ, ആ കാണുന്ന വെള്ളമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അതിനെ ദൂരീകരിക്കുന്നു. അത് വെള്ളം തന്നെ, കാരണം അവിടെ തിരയുണ്ട്, അത് വിചാരം, നുരകളുണ്ട്, വിചാരം. പക്ഷെ വീണ്ടും എത്തിച്ചേർന്ന ഇവിടെ വിപരീത നിശ്ചയം, ജലം തന്നെ. അതുകൊണ്ട് ആത്മവിചാരത്തെ സംബന്ധിച്ച്, അതും ഈ അഹന്തയുടെ കാര്യം പറഞ്ഞത് മറ്റു വിഷയങ്ങളെ പോലെയല്ല. ആത്മവിചാരത്തിൽ മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് അഹന്ത കൂടുതൽ തടസ്സം നീക്കും. അഹന്ത നിശ്ചയത്തെ അവിടെ പിടിച്ചു നിർത്തും. എന്തുകൊണ്ട്? അവിടെ ചിന്തിക്കുന്നത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. സ്വസ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഈ അഹന്തയാണ്, ഞാൻ എന്നുള്ള ഭാവമാണ്. ആ ഞാനെന്ന് പറയുന്ന ആ ഭാവത്തെ ആശ്രയിച്ച് ആ ഭാവത്തെ പിന്തുടർന്ന് മാത്രമേ തന്റെ സ്വരൂപത്തെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ തന്റെ എല്ലാ ചിന്തകളും, സത്യത്തെക്കുറിച്ചുള്ള തന്റെ എല്ലാ ചിന്തകളും ഈ അഹം എന്ന് പറയുന്ന ഇതിനെ ആശ്രയിച്ചേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വിപരീത നിശ്ചയം അതവിടെ ദൃഢമായിരിക്കും. ആർക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായി, ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, നാളെ ഉണ്ടായി. ആരും തന്നെ തന്റെ അറിവ് അപൂർണമാണെന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. ഞാൻ അതിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ നിശ്ചയമായി
ഇനി ഒരാൾ പറയുകയാണ് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. സംശയത്തിന്റെ തലത്തിലെത്തിയിട്ടേ ഉള്ളൂ. അന്ന് എനിക്കത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ തകരാറിലായി. വിപരീത നിശ്ചയമാണ്. ശരി, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ അവസാനം എവിടെയെന്ന് ചോദിക്കും. എപ്പോഴും നമ്മൾ വിപരീത നിശ്ചയത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ അവസാനം ഇവിടെ ആ ചിന്തയിൽ ഇതിന്റെ ആവർത്തനത്തിൽ എപ്പോഴാണോ അജ്ഞാനം ഇല്ലാതാകുന്നത്, എപ്പോഴാണോ മുന്നോട്ട് കടന്നു ചെന്നാൽ തനിക്ക് പിന്നെ മാറ്റാനൊരു അറിവില്ലാത്തത്, അങ്ങനെ ഒരു നിലയിലെത്തുമ്പോൾ ഇനിയിത് മാറേണ്ട ആവശ്യമില്ല, ഇതിനെ സംബന്ധിച്ചുള്ള അറിവില്ല, അവിടെ അയാൾ മനനം നിർത്തുന്നില്ല. മനനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ആ മനനത്തിന്റെ ആ തുടർച്ചയിൽ വ്യക്തമാകുന്നു, അജ്ഞാനനാശം കൊണ്ട് വ്യക്തമാകുന്നു. അവിടെ അഹംബുദ്ധിക്ക് ആശ്രയമായിരിക്കുന്ന തത്വമാണ് താൻ, അഹമല്ല എന്ന് ബോധ്യപ്പെടുന്നു. അതുവരെ വിപരീത ബുദ്ധിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മനനം തുടരണം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ആത്മതത്വത്തെ സംബന്ധിച്ച മനനം തുടരുകയാണ്. ഇത് ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും എന്തിന് ഈ വിഷയത്തിൽ? ചിലർ പറയും ഈ വിഷയത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സമ്മതിച്ചു. സംശയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ശരിയായ അറിവാണ് എന്ന് പറയാൻ പാടില്ല. വെള്ളത്തെ കണ്ടവന് ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ അയാളുടെ അറിവ് ശരിയായിരുന്നു. അല്ല, അങ്ങനെ ധരിക്കരുത് ഒരിക്കലും. ഒരു വിഷയത്തിൽ നമുക്ക് സംശയമില്ല, അതുകൊണ്ട് ഞാനതിനെ ശരിയായി അറിഞ്ഞിരിക്കുന്നു, അങ്ങനെ വരില്ല. എനിക്കിത് ജലമാണോ എന്ന് സംശയമില്ല, അതുകൊണ്ട് ഞാനത് ജലമാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു, അങ്ങനെയല്ല. സംശയമില്ലെങ്കിലും ചെന്ന് നിൽക്കുന്ന വിപരീത ബുദ്ധിയിലായിരിക്കും. അപ്പോൾ അതിന് ആ വിപരീത ബുദ്ധിയെ ഇല്ലാതാക്കുന്നതുവരെ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ ഇല്ലാതാക്കിയാൽ പോരാ, അതിന് ദൃഢമായ ബോധം വരണം, ബോധത്തിന് ദാർഢ്യം വരണം. അതാണ് സാറിന് പറയുന്നത് സ്ഥൂണ ആഘനന. വീണ്ടും വീണ്ടും ആ കുറ്റിയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ഇളക്കി ഉറപ്പിക്കുന്നു, വീണ്ടും വീണ്ടും പരിശോധിച്ചു പോകുന്നു. താനറിഞ്ഞ ഈ ബോധത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? അങ്ങനെ ദൃഢബോധത്തിലെത്തിച്ചേരും. എന്നാൽ ഈ വിപരീത നിശ്ചയത്തിൽ നിന്നൊരാൾക്ക് മുക്തി ഉണ്ടാകത്തില്ല. സംശയമുക്തിയേക്കാൾ കുറച്ചുകൂടി അപകടം പിടിച്ചതാണ് ഈ വിപരീത നിശ്ചയം. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അതിൽ നിന്നുള്ള മുക്തി. അതുകൊണ്ട് വീണ്ടും അത് തുടരുകയാണ്. ഭൗതതാവതുപനിഷത് വ്യാഖ്യാനായ ഉത്തരം ബ്രാഹ്മണദ്വയം. ഇനി പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ചു ഇനി വരുന്ന ശിശുബ്രാഹ്മണവും മൂർത്താമൂർത്ത ബ്രാഹ്മണവുമല്ല. ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചോട്ടെ. തസ്യ ഉപനിഷത്ത് യുക്തം. ഇവിടെ പറഞ്ഞു തസ്യ ഉപനിഷത്ത് തത്ര ന ജാനീമഃ കിം പ്രകൃതിസ്യ ആത്മന വിജ്ഞാനമേസ്യ പാണിപേഷണോ ഉത്തിതസ്യ സംസാരങ്ങള ശബ്ദാദിഭുജ. ഈ ഉപനിഷത്ത് ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇവിടെ അജാതശത്രു ഗാർഗിനെ കാണിച്ചു കൊടുത്ത വിജ്ഞാനമായി. ആരാണത്? ശരീരത്തിൽ പോയി കുലുക്കി കുലുക്കി ഉണർത്തിയപ്പോൾ ഉണർന്നു വന്ന ആ സംസാരി, ശബ്ദാദിഭുക്, ശബ്ദാദികളെ അനുഭവിക്കുന്നവൻ. അവനെ സംബന്ധിച്ചാണോ ഈ ഉപദേശം, ഈ ഉപനിഷത്ത്? അവനെയാണ് ബോധിപ്പിക്കുന്നത്. അഹോസിത് അസംസാരണ കശ്ചിത്. അതോ അസംസാരിയെയാണോ
ഇതൊരു നിസ്സാരമായ കാര്യം പോലെ നമുക്ക് തോന്നും. ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത് സംസാരിയാണോ അസംസാരിയാണോ? സംസാരി എന്ന് പറഞ്ഞാൽ ബന്ധമോക്ഷങ്ങളുള്ളവൻ. അതാണോ ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന ആത്മാവ് എന്ന് വെച്ചാൽ ഉപനിഷത്ത് തത്വമസി എന്ന് നിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ താൻ തന്റെ സ്വരൂപത്തെ എങ്ങനെ ധരിക്കണം? ജനനമരണങ്ങളുള്ളവൻ, ബന്ധമോക്ഷങ്ങളുള്ളവൻ, പുനർജന്മവും പുനർമൃത്യുവുമുള്ളവൻ, അങ്ങനെയാണോ ബോധിക്കേണ്ടത്? അതോ അസംസാരിയായിട്ടാണോ എന്നാണ്. അസംസാരന് കസിച്ച് തന്നെ നിത്യമുക്തനാണെന്ന് ബോധിക്കണം. ഇത് ആണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിത്യമുക്തനെന്നാണ് ബോധിക്കേണ്ടതെങ്കിൽ അത് അപകടമല്ലേ? എന്തുകൊണ്ട് നിത്യമുക്തനാണെന്ന് ബോധിപ്പിക്കുകയും നിത്യമുക്തനാണ് താൻ ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാധനയുണ്ടോ? ഗുരുവുണ്ടോ? ശിഷ്യനുണ്ടോ? എന്നാ ചോദിക്കുന്നു. അത് തന്നെയാണ് ഉപനിഷത്തും പറയുന്നത്. നീ നിത്യമുക്തനാണെന്ന് ബോധിക്കുക, അത് വിപരീത ബുദ്ധിയായിരിക്കരുത്, നിശ്ചയാത്മികയായ ബുദ്ധിയായിരിക്കണം. അവിടെ പിന്നെ ഇതൊന്നുമില്ല, സാധനയില്ല, സാധ്യമില്ല, ഗുരുവില്ല, ശിഷ്യനില്ല. അത് പരമാർത്ഥം തന്നെയാണ് പറയുന്നത്. അസ്വസ്വരൂപത്തിൽ ഇതിനൊന്നും യാതൊരു നിലയില്ല. പ്രാപഞ്ചികമായ ഒന്നിനും അവിടെ നിലയില്ല. ഒരു ശിഷ്യൻ മാത്രമില്ലെന്നിവിടെ ഇല്ല. അത് മാത്രമായിട്ടില്ലാതായ പോരാ. ആ സംസാരിത്വം അതില്ലാതാകണം. അതാ ബോധിപ്പിക്കുന്നു. അപ്പൊ അതിലാശങ്ക വേണ്ട. നിത്യമുക്തനെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധനയില്ലാതെ വരും, ഗുരു ഇല്ലാതെ വരും. വാസ്തവത്തിൽ അത് ബോധിക്കാത്തവനാണ് ഗുരു ഉണ്ടാകുന്നതും ഗുരു ഇല്ലാതാകുന്നതും. അത് ബോധിച്ചാലല്ല അത് സംഭവിക്കുന്നു. ബോധിക്കാതിരുന്ന അത് ആ നിത്യമുക്ത സ്വരൂപത്തെ ബോധിക്കാതിരിക്കുന്നവനാണ് ഗ്രാഹ്യത്യാജ്യബുദ്ധി എല്ലാം വരുന്നത്. ഇത് ഗ്രാഹ്യമാണ്, ഈ ഗുരുവിനെ സ്വീകരിക്കണം, മറ്റേ ഗുരുവിനെ കളയണം. ഇത്തരത്തിലുള്ള ഗ്രാഹ്യത്യാജ്യബുദ്ധിയൊക്കെ വരുന്നത് ഈ തത്വത്തെ ബോധിക്കാത്തവനാണ്. അതുകൊണ്ട് ഈ തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ശാസ്ത്രത്യാഗം, ഗുരുത്യാഗം, സാധനാത്യാഗം ഇതെല്ലാം സംഭവിക്കുന്നു വിചാരിക്കുന്ന അബദ്ധമാണ്. എന്തുകൊണ്ട്? തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊന്നിനെ ഗ്രഹിക്കാനോ മറ്റൊന്നിനെ ത്യജിക്കാനോ ഇല്ല. അത് ഒന്നിനെയും ത്യജിക്കാണെങ്കിൽ പിന്നെ ഗുരുവിനെ എങ്ങനെയാണ് ത്യജിക്കുന്നത്? ശാസ്ത്രത്തെ എങ്ങനെയാണ് ത്യജിക്കുന്നത്? അതുകൊണ്ട് സംസാരിയായ ആത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. കിഞ്ചാത എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതുകൊണ്ടെന്താ, എന്തോ ആയിക്കൊള്ളട്ടെ ബോധിപ്പിക്കുന്നു. ഇത് സംസാരണ തഥാ സംസാരിക വിജ്ഞേഹ. മറിച്ച് ഈ ജനന മരണങ്ങളൊക്കെ ഉള്ളവൻ സംസാരി എന്നാണ്. സംസാരി എന്ന് വെച്ചതാണ്
ജനന മരണങ്ങൾ മോക്ഷപര്യന്തമുള്ളതൊക്കെ ഉള്ളവൻ അതിനാണ് ബോധിപ്പിക്കുന്നത്. തഥാ സംസാരിയെ വിജ്ഞേഹ എന്ന് കഴിഞ്ഞാൽ സംസാരിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ താൻ എങ്ങനെ ബോധിക്കും? താൻ സംസാരിയാണ്, താൻ ജനന മരണങ്ങളുള്ളവനാണ്, താൻ ബന്ധമോക്ഷങ്ങളുള്ളവനാണ്. അങ്ങനെ തന്നെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്റെ വാസ്തവസ്വരൂപം എങ്ങനെ ഗ്രഹിക്കും? തന്റെ പരമാർത്ഥം എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ ശ്രുതി പറയുന്നത് ഇപ്പോഴും പരമാർത്ഥത്തെ മനസ്സിലാക്കുക. ശ്രുതി അത് മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ, പരമാർത്ഥമല്ലാതെ ഉപദേശിക്കുന്നുള്ളൂ. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ഉപദേശിക്കുന്നുണ്ട്. ശാസ്ത്രം, ഗുരു, സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ഉപദേശിക്കുന്നുണ്ട്. പരമാർത്ഥമായ തത്വം, ആത്മതത്വം, അതിനെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ. മറിച്ചാണെങ്കിലോ സംസാരിയോ വിജ്ഞേഹ തദ്വിജ്ഞാനാദേവ സർവപ്രാപ്തി പറയുന്നു. ഞാൻ ഈ സംസാരിയാണ്, ജന്മമരണങ്ങളുള്ളവനാണ്, ബന്ധമോക്ഷങ്ങളുള്ളവനാണ് എന്ന് എന്നെ അറിഞ്ഞിട്ട് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതിന് വേണ്ടി ഇന്ന സാധനങ്ങൾ അനുഷ്ഠിക്കണം. ഈ സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഞാൻ ലക്ഷ്യത്തെ പ്രാപിക്കും എന്നിങ്ങനെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് കൊണ്ട് സർവപ്രാപ്തി, മോക്ഷപ്രാപ്തി എന്നാണ്. പൂർവപക്ഷമാണ്. അതുകൊണ്ട് മോക്ഷപ്രാപ്തി ഉണ്ടാകത്തില്ല. തന്റെ അസംസാരിത്വത്തെ ഗ്രഹിച്ചാലേ തനിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഗുരുവിന് എത്ര കാലം തന്നെ സംസാരിയാണ്, താൻ സാധകനാണ്, താൻ ഒരു സാധ്യമുണ്ട് എന്ന് എത്ര കാലം കരുതിയിരിക്കുന്നുവോ അത്രയും കാലം അവന് മോക്ഷം ഇല്ല. എത്ര കാലം അവൻ തന്നെ സംസാരി എന്ന് കരുതുന്നു അത്രയും കാലം അവന് സംസാര അതീതനാകാൻ കഴിയത്തില്ല. ഒരുവൻ തന്നെ സ്വയം ബദ്ധനാണെന്ന് കരുതിയാൽ അവനെങ്ങനെ മുക്തനാകാൻ കഴിയും? എന്താ കഴിയാത്തത്? ഞാൻ ബദ്ധനാണ്, അതറിഞ്ഞുകൊണ്ട് ഞാൻ ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നതിനുള്ള സാധനങ്ങൾ ചെയ്ത് ഞാൻ മുക്തനാകും എന്ന് പറയുന്നു. അത് നടക്കില്ല. താൻ ബന്ധനസ്ഥനാണെന്ന് അറിഞ്ഞുകൊണ്ട് സാധന ചെയ്താൽ മുക്തനാകത്തില്ല. മുക്തിക്ക് സാധനയില്ലെന്നല്ല പറയുന്നത്. ഞാൻ ബന്ധനസ്ഥനാണ്, സംസാരിയാണ് എന്നുള്ള ബോധത്തിൽ മുന്നോട്ട് പോയാൽ അവൻ ഈ സംസാരത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം സംസാരത്തിന്റെ ഗതി ചാക്രികമാണ്. തുടങ്ങുന്നിടത്ത് തന്നെ തിരിച്ചെത്തും. താൻ ബന്ധനാണെന്ന് പറഞ്ഞ് തുടങ്ങിയാൽ തിരിച്ചവിടെ തന്നെ എത്തും. ആ ബന്ധനത്തെ തന്നെ. താൻ മുക്തനാണെന്ന് പറഞ്ഞാൽ തിരിച്ചവിടെ തന്നെ ഇരിക്കും. ഈ ഗോളത്തിൽ കൂടെ സഞ്ചരിക്കും പോലെയാണ്. പോകുന്നിടത്ത് തിരിച്ചു വരും. അതുകൊണ്ടിരിക്കുന്നു. സംസാരത്തെക്കുറിച്ചും പറയുന്നതാണ് ഗതി അങ്ങനെ ചാക്രികം, ജനനം മരണം, ജനനം മരണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബന്ധനത്തെ ആശ്രയിച്ചാണ് തന്റെ യത്നങ്ങളെങ്കിൽ ആ ബന്ധനത്തെ തിരിച്ചെത്തും. അതിനാണ് നേരത്തെ കെട്ടിയ പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞത്. കെട്ടിയിട്ടാണ് പറക്കുന്നതെങ്കിൽ തിരിച്ച് കുറ്റിയുടെ ചോട്ടിൽ തന്നെ വരും. കെട്ടറുത്തിട്ടാണ് പറക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും സ്വതന്ത്രം ഉണ്ടാവും. ആത്മബോധവും മറ്റ് സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ എടുത്ത് കാണിക്കുന്നു. അങ്ങനെ താൻ അസംസാരിയാണ് എന്നുള്ള ബോധത്തിൽ പിന്നീട് സാധനയൊന്നും വേണ്ട എന്ന് ചോദിച്ചു. സാധനം പിന്നീടാണ് വേണ്ടത്, അതിന് മുമ്പിലല്ല.
അന്ത്യബോധം വരുന്നതാണ് താൻ അസംസാരിയാണ്. അതിവിടെ നിന്ന് വരെ ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു തത്വമസി, നീ അതാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് പിന്നെ സാധനം. ആദ്യം ജ്ഞാനം, പിന്നീട് സാധന. ആദ്യ സാധനയിലൂടെ ജ്ഞാനമല്ല. അങ്ങനെയാണ് നമ്മൾ സാധനം ധരിച്ചു വച്ചിരിക്കുന്നത്. സാധന വേണം. അത് മറ്റ് യോഗ്യതകൾക്ക് വേണ്ടിയാണ് സാധനങ്ങൾ. ജപ തപാദി സാധനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ആ യോഗ്യതയ്ക്ക് വേണ്ടി. യോഗ്യത വന്നാൽ അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നു. ജ്ഞാനം പ്രകാശിച്ചാൽ ഇതെല്ലാം സംഭവിക്കുന്നു. എന്താണ്? സംശയ വിപര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അവിടെ സാധന തുടരുക. സാധന ശ്രവണാദി സാധനങ്ങൾ തുടരുക. അപ്പോൾ വിപരീത ബുദ്ധിയെ, മൂർഖബുദ്ധിയെ നിരാകരിക്കുക. അതിൽ സത്യത്തെ സ്വീകരിക്കുന്നിടത്ത് ഒരു മുൻവിധിയും പാടില്ല. ഇന്നതാണ് സത്യം, എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കുക. ഇന്നതായിരിക്കണം, അതിന് നമ്മൾ നിർബന്ധം പിടിക്കാതിരിക്കുക. മുൻവിധി കൊണ്ട് പിന്നെ ശരിയില്ല, സത്യത്തെ സ്വീകരിക്കാൻ ഒക്കത്തില്ല. മുൻവിധി കുടുങ്ങിപ്പോകും. സത്യം കണ്ടെത്തുന്നതല്ല മുൻവിധിക്ക്, അത് വെളിപ്പെടുന്നതാണ്. മുൻവിധിക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. രണ്ട് സന്യാസിമാര് ഒരു സ്ഥലത്തിൽ വാദപ്രയോഗം നടത്തി. വാദപ്രതിരോധം വേണമെന്നല്ല, ഈ തത്വത്തെക്കുറിച്ചുള്ള ചർച്ച. ഒരാളെ തത്വത്തെ ഒരു രീതി കാണുന്നു, വേറൊരാൾ വേറെ രീതി കാണുന്നു. അത് ഒരു രാവും മുഴുവൻ വാദപ്രതിവാദം. എന്നുവെച്ചാൽ ഉറങ്ങാതിരുന്നുള്ള വാദപ്രതിവാദം. രണ്ടുപേരും പറയുന്നത് ഒരേ തത്വത്തെ തന്നെ, പക്ഷെ രണ്ട് രീതി പറയുന്നു. ഈ തത്വം വാസ്തവത്തിൽ ഇങ്ങനെ വാദിക്കാനുള്ളതല്ല, പക്ഷെ വാദിക്കുന്നു. തത്വനിർണയത്തിന് വേണ്ടി ഉള്ള വാദം. അപ്പൊ തത്വത്തിന്റെ സ്വഭാവം രണ്ടും കൂടെ ആകാൻ വഴിയില്ലല്ലോ, ഒന്നായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾ പരാജയപ്പെടുന്നു വാദത്തിന്. അയാൾക്ക് മറ്റയാളുടെ ഒപ്പം എത്താൻ കഴിയുന്നില്ല. താനെന്താണോ വിപരീത നിശ്ചയത്തിലെത്തിയിരുന്നത് അതിനെ മാറ്റാനായി കഴിയുന്നില്ല. തന്റെ വിപരീത നിശ്ചയത്തിനാണ് ഉറച്ചിരിക്കുന്നു. എതിരാളി അത് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല, അതിങ്ങനെയാണ്. അയാൾക്ക് മാറാൻ കഴിയുന്നില്ല. ആ ബുദ്ധി അത്രയും ദൃഢമായിപ്പോയി. അതുകൊണ്ട് ഒരാൾ പറയുന്നത് സത്യമാണെങ്കിൽ അവരിന് ബോധ്യപ്പെട്ടേ പറ്റും. പക്ഷെ ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടു എന്ന് സമ്മതിക്കാൻ അഹന്ത സമ്മതിക്കാതെ വരും. നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ അഹന്ത ചേർക്കുന്നു. ദുർബലൻ താൻ പറയുന്നത് അവരന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാനൊക്കെ കഴിയുന്നില്ല എന്നെല്ലാം തോന്നുമ്പോൾ നിലവിട്ടുപോകുന്നു. പിന്നെ വാദം കയ്യാങ്കളിയായി മാറുന്നു. താൻ പറഞ്ഞത് അംഗീകരിക്കുന്നില്ല.
അതിന്റെ സ്വഭാവം മാറുന്നു. ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ അഹന്തയുടെ കളിയാണ്, അഹംബുദ്ധിയാണ്. ഞാൻ പറയുന്നതിനെ സമർത്ഥിക്കണം, എനിക്ക് പറഞ്ഞ് ജയിക്കണം എന്നുള്ള ബോധം. അഹന്തയോടുകൂടിയാണ് സംസാരി. ആ സംസാരിയാണ് താൻ ബോധിക്കുന്നതെങ്കിൽ താൻ ഈ വാദപ്രതിവാദത്തിന്റെ കുടുക്കിച്ചെന്ന് ചാടും. അസംസാരിയാണ് ബോധിക്കുന്നതെങ്കിൽ ഇതൊന്നും പറയാനില്ല. അവിടെ വിപരീത നിശ്ചയമല്ല, ശരിയായ നിശ്ചയം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സംസാരിയല്ല ബോധിക്കേണ്ടത്, അസംസാരിയാണ് എന്നാണ്. ചില പറയുന്നത് അങ്ങനെയല്ല, ഞാൻ നിർവ്വാണത്തെ പ്രാപിച്ചിരിക്കുന്നു, ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് ശരിയായ ജ്ഞാനം ഉണ്ടായിരിക്കുന്നു. വിപരീത നിശ്ചയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് തദ്വിജ്ഞാന ദേവ സർവപ്രാപ്തി. ആ സംസാരി വിജ്ഞാനം കൊണ്ട് താൻ എന്താണോ ധരിച്ചത് വിപരീതമായി, ആ വിപരീത നിശ്ചയം കൊണ്ട് സർവപ്രാപ്തി, മോക്ഷപ്രാപ്തി എന്നും കരുതുന്നു. ഞാൻ എന്താണോ അറിഞ്ഞാനപ്പുറം ഇനിയൊന്നും അറിയാനില്ല. സ ഏവ ബ്രഹ്മശബ്ദവാച്യ തദ്വിദ്യ ഏവ ബ്രഹ്മവിദ്യ. ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ ഞാനിപ്പോൾ നേടിയിരിക്കുകയാണ്. സംസാരിയാണ് താനെന്ന് കരുതി ആത്മതത്വത്തെ ഗ്രഹിക്കുന്നവന്റെ കാര്യം പറയുകയാണ്. സാധാരണ എല്ലാവരും അങ്ങനെ ഈ ആത്മതത്വത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ശരി പറയുന്നു, കേൾക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്കിതൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ട്? താൻ സംസാരിയാണ്. തന്റെ അസംസാരിത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് ഗ്രഹിച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള നിശ്ചയത്തിനോ വികല്പങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു അവസരവുമില്ല. ഒരുവന് താൻ സംസാരിയാണെന്ന് ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അവന് നേർവിപരീതമായി അസംസാരിയാണെന്ന് ഗ്രഹിച്ചുകൂടെ? എന്താ തടസ്സമാണ്? ആത്മബോധത്തിലൂടെ എന്താ തടസ്സമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആത്മബോധത്തിന് തടസ്സമില്ല. എന്തുകൊണ്ട്? അതിനെ നേരിട്ട് ബോധിപ്പിക്കുന്നു. ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ് നീ അസംസാരിയാണ്, അത് ബോധിച്ചാൽ പോരെ. സംശയാദികളുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചാൽ പോലെ, പിന്നെ സാധന അനുഷ്ഠിച്ചാൽ പോലെ, ശ്രവണ മനനങ്ങൾ ആവർത്തിച്ചാൽ പോലെ, പിന്നെന്താ ഇവിടെ തടസ്സം? മറിച്ച് സംസാരിയാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ തടസ്സമാണ്. പിന്നെ ജനന മരണങ്ങളുടെ ഈ കുടുക്കിൽ നിന്ന് മോചനം ഇല്ല. നിങ്ങൾ വാദിക്കുന്നത്, ചിന്തിക്കുന്നത്, ശ്രമിക്കുന്നതൊക്കെ ഏത് ബോധത്തിൽ നിന്നുകൊണ്ടാണ്? നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ജപവും തപവും ഒക്കെ ഏത് ബോധത്തിൽ നിന്നുകൊണ്ട് വേണം? തദ്വിജ്ഞാന സംസാരി വിജ്ഞാനമല്ല, ആ പരമാത്മവിജ്ഞാനം. ആ വിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഈ രോഗം മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല. ഈ പറയുന്ന സംസാര രോഗത്തിന് വേറെ മരുന്നൊന്നുമില്ല ആത്മബോധമല്ലാതെ. അതുകൊണ്ട് മറിച്ചൊരിക്കലും ധരിക്കരുത് താൻ സംസാരി ആത്മാവാണ്, ജനന മരണങ്ങളുള്ളവനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, സന്യാസിയാണ്, ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, ബുദ്ധിയുള്ളവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ഈ തരത്തിൽ ആത്മസംബന്ധിയായി തന്നെ സംബന്ധിച്ച് ഒരിക്കലും ഒന്നും ഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബ്രഹ്മശബ്ദവാച്ച് സയവ, സംസാരിയാണ് ബ്രഹ്മശബ്ദവാച്ച്. തദ്വിദ്യ ഏവ ബ്രഹ്മവിദ്യ, അതിനെക്കുറിച്ചുള്ള അറിവാണ് ബ്രഹ്മവിദ്യ. ഇങ്ങനെയൊക്കെ ധരിച്ചു.
അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും താൻ അജ്ഞനാണ്, സംസാരിയാണ്, അഹന്ത മമത തുടങ്ങിയ ദോഷങ്ങളുള്ളവനാണ് എന്ന് ധരിക്കരുത് എന്നാ പറയുന്നു. അത് ബ്രഹ്മവിദ്യയല്ല. താൻ സംസാരിയാണെന്ന് ധരിച്ചാലേ അവിടെ ബ്രഹ്മവിദ്യ ഉള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയില്ല. അതാണ് ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്. ഇത് ഒരുപാട് മനഃപ്പാഠം ചെയ്യാനൊന്നുമില്ല. അഥ അത് പറയുന്നു, അസംസാരിണ തഥാ തദ്വിഷയാവിദ്യ ബ്രഹ്മവിദ്യ. അസംസാരിയെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നതെങ്കിൽ, താൻ ധരിച്ചിരിക്കുന്നത് താൻ അസംസാരിയാണെന്നാണെങ്കിൽ അപ്പോൾ അത് ബ്രഹ്മവിദ്യ. ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. തദ്വിഷയവിദ്യ ബ്രഹ്മവിദ്യ. തസ്മാശ്ച ബ്രഹ്മവിജ്ഞാന സർവഭാവാപത്തി. വെറുതെ ഇതെല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ് എന്ന് പറയുകയും താൻ സംസാരിയാണ്, എനിക്ക് ജന്മമോക്ഷങ്ങളൊക്കെ ഉള്ളവനാണ്, എനിക്കിന്നെ മോക്ഷം കിട്ടണം, എനിക്കിന്നെ സാധന ചെയ്യണം, എനിക്കിന്നെ സാധ്യം നേടണം എന്ന് ഇത് ഒരുമിച്ച് നടക്കത്തില്ല. ഒരു ശ്രോതാവ്, ഉപനിഷത്തിനെ ശ്രവിക്കുന്ന ഒരാള് ആത്മജ്ഞാനിയായി തന്നെ ജീവിക്കണമെന്ന് ചുരുക്കം. നേരെ വഴിയൊന്നുമില്ല. ആത്മബോധിയായി തന്നെ മുമ്പോട്ട് പോകണം. ഒരു നിമിഷവും അയാൾ അജ്ഞാനിയാകാൻ പാടില്ല. അത് ആ തത്വത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ആ തത്വത്തിന്റെ നിലയിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് വേറെ എന്ത് വേണോ ചെയ്യാം. അങ്ങനെ തത്വത്തിന്റെ നിലയിൽ നിൽക്കാൻ കഴിയാത്തവരെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭാഷ്യക്കാരൻ അത് പറയേണ്ട കാര്യമില്ല. ഭാഷ്യകാരൻ പറയുന്നത് ആ തത്വനിലയിൽ താൻ പറയുന്ന ഈ തത്വത്തെ അതായി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളവരോട് പറയുകയാണ്. ആ തത്വനിലയിൽ എങ്ങനെ കാണും? തസ്മാശ്ച ബ്രഹ്മവിജ്ഞാന. അതാ ബ്രഹ്മവിജ്ഞാനം കൊണ്ട് താൻ സംസാരിയായ ആത്മതത്വമാണ്, നിത്യശുദ്ധ മുക്തസ്വരൂപനാണെന്നുള്ള ആ ബോധം കൊണ്ട് സർവാത്മഭാവം വരുന്നു. വിജ്ഞാന സർവഭാവാപത്തി എന്ന് പറഞ്ഞാൽ ആ സർവഭാവ ആപത്തി, സർവഭാവജ്ഞാനം, അതും വിജ്ഞാനം തന്നെ. ഇതെങ്ങനെ സാധിക്കും? ഇതിനെന്താ ഉപായം? സർവമേത് ശാസ്ത്രപ്രാമാണ്യ ഭവിഷ്യതി. ശാസ്ത്രപ്രാമാണ്യം കൊണ്ട്, ശബ്ദപ്രാമാണ്യം കൊണ്ട് ഇത് സംഭവിക്കുന്നു. ശബ്ദപ്രാമാണ്യം കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ശബ്ദശ്രവണം കൊണ്ട് സംഭവിക്കുന്നു. ശബ്ദശ്രവണം കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ശബ്ദ താല്പര്യഗ്രഹണം കൊണ്ട് സംഭവിക്കുന്നു. അതാണ് ശബ്ദപ്രാമാണ്യം. അതവിടെ സാധാരണ ശാസ്ത്രങ്ങളിൽ വരുന്ന പ്രാമാണ്യ ചിന്തയൊന്നുമല്ല. ശബ്ദ താല്പര്യത്തെ താൻ ഗ്രഹിക്കുന്നു. അത് ഒരിടത്തും ഒരു ഭാഗത്തും തന്നെ സംസാരിയാണെന്ന് ബോധിപ്പിക്കുന്നില്ല, അസംസാരി തന്നെ ബോധിപ്പിക്കുന്നു. മുമ്പിലിരിക്കുന്ന വെളുപ്പാണെന്ന് പറഞ്ഞ ഒരാൾ കറുപ്പാണെന്ന് എന്തിനാ ബോധിക്കുന്നു?
വാശി പിടിക്കേണ്ട കാര്യം തോന്നുന്നു. അയാളുടെ താല്പര്യം എന്താണ്? ഈ എന്റെ മുമ്പിലിരിക്കുന്ന വർണ്ണം ഏതാണെന്ന് അറിയുക എന്നുള്ളതാണെങ്കിൽ എളുപ്പമെന്ന് പറഞ്ഞാൽ എളുപ്പം തന്നെ സ്വീകരിക്കും. അതുപോലെ തന്റെ സ്വരൂപം എന്താണെന്നറിയണം എന്നൊരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ശബ്ദം എങ്ങനെ ബോധിപ്പിക്കുന്നു അതുപോലെ ഗ്രഹിക്കും. അത് ബോധിപ്പിക്കുന്ന എങ്ങനെ? തത്വമസി, ആ സത്താണ്, സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സത്ത്, ആ സത്ത് തന്നെയാണ് അനുപ്രവേശം ചെയ്തിരിക്കുന്ന ആ സത്താണ് നീ എന്ന് ബോധിപ്പിക്കുന്നു. അവിടെ എങ്ങനെ സംസാരിത്വം വരുന്നു? അവിടെ എങ്ങനെ ബന്ധമോക്ഷങ്ങൾ വരുന്നു? എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ഈ തത്വത്തെ ശ്രവിക്കുന്ന ഒരുവൻ, അവനെ കുറിച്ച് പറയണം, എല്ലാവരെ കുറിച്ചുമല്ല. തത്വത്തെ ശ്രവിക്കാത്തവരുണ്ട്, അവർ പിന്നെ അവരുടെ കൽപ്പനയ്ക്കും ഭാവനയ്ക്കും അനുസരിച്ച് എങ്ങനെ അത് ചെയ്തോട്ടെ. പക്ഷെ തത്വത്തെ ശ്രവിക്കുന്ന ഒരുവൻ തന്നെ അറിയേണ്ടത് നിത്യമുക്തനായിട്ടാണ്. പക്ഷെ അങ്ങനെ നിത്യമുക്തനായിട്ട് എനിക്കങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല, സംശയം. അതിനാണല്ലോ മനനം പറയുന്നത്. തുടരുക, അത് തുടർന്നാൽ മതി. വിപരീത ബുദ്ധി ചെന്നെത്തല്ല. അപ്പോൾ ഇവിടെ അത്തരമൊരു വിപരീത ബുദ്ധി ചെന്ന് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യക്തമായി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്. ചെറിയ ഇരുളുള്ള സമയത്ത് നമുക്ക് കയറ് കണ്ട പാമ്പാണെന്ന് തോന്നും, നല്ല വെളിച്ചമുണ്ടെങ്കിലോ അങ്ങനെ ഒരു ഭ്രാന്തി ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ശാസ്ത്രം ഉപദേശിക്കുന്ന ഈ തത്വത്തെ വെളിച്ചത്തിൽ കാണണം, ഇരുളി കാണരുത്. ആ തത്വത്തിന്റെ വ്യക്തതയിൽ തന്നെ കാണണമെന്നർത്ഥം. അപ്പോഴവിടെ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നുള്ളൂ. അതിന് രണ്ട് സ്വഭാവമൊന്നുമില്ല, ഒരു സ്വഭാവമേ ഉള്ളൂ. ചില പറയും ജ്ഞാനം ഉണ്ടായി അനുഭവം ഉണ്ടായില്ല. ചില പറയുന്നു അയാൾക്ക് ജ്ഞാനമുണ്ട് പക്ഷെ അനുഭവമില്ല. ഈ ജ്ഞാനം അനുഭവം ഇതിന്റെ അതിര് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയും? ഇത് ജ്ഞാനം, ഇതനുഭവം, ഇതിനപ്പുറം ജ്ഞാനം, അതിനപ്പുറം അനുഭവം, അങ്ങനെ രണ്ടില്ല. ആത്മതത്വത്തെ സംബന്ധിച്ച് ജ്ഞാനം തന്നെ അനുഭവം, അനുഭവം തന്നെ അനുഭൂതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് ജ്ഞാനമുണ്ടെന്ന് എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? ആ ചോദ്യം തന്നെ ഉണ്ട്. എന്താണ്? എനിക്ക് സംശയമുണ്ട്. എന്നാൽ പിന്നെ ജ്ഞാനം ഇല്ലാത്തവനും എന്തുകൊണ്ട് പറയുന്നു എനിക്ക് ജ്ഞാനമുണ്ടെന്ന്? വിപരീത ബുദ്ധി. ഇല്ലാത്തവനും പറയാം, മൂഢനും പറയാം, മൂർഖനും പറയാം ഞാൻ ജ്ഞാനിയാണ്. ഇവിടെ പറയുന്നത് എന്താണോ? തന്റെ അസംസാരിത്വം, തന്റെ നിത്യമുക്തി, തന്റെ സ്വരൂപം, അതിനെ ഗ്രഹിച്ചുകൊണ്ട് മനനം ചെയ്താൽ എന്താ ഗുണം? വിപരീത ബുദ്ധിയിലെത്തത്തില്ല. അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിപരീത ബുദ്ധിയെ പ്രാപിക്കും. ചിലർ പറയും എന്താണ്? ആത്മബോധം പറയുന്ന ശാസ്ത്രത്തിൽ ശരിയല്ല, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ആത്മബോധമില്ലാതെ തന്നെ
ചിലർ പറയുന്നു ഞാൻ ആത്മാവാണ് എന്ന് പറയും. ആത്മബോധമില്ലാതെ ആത്മാവാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ആത്മബോധം എന്താണ് അവിടെ? ആത്മബോധത്തിന്റെ ശരിയായ രൂപം എന്താണ്? താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇതാണ് ആത്മബോധം. ഈ ബോധമില്ലാതെ ഒരാൾക്ക് താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് പറയാൻ കഴിയും? കഴിയില്ല. പറയാൻ കഴിയും, ടൈപ്പ് ചെയ്ത് വെച്ചാൽ പറയാൻ കഴിയും. അത് പറയും. സ്വയം ആത്മബോധമില്ലാതെ തന്നെ പറയും ഞാൻ ആത്മബോധമുള്ളവനാണ്. ടൈപ്പ് ചെയ്ത് വെച്ചാൽ മറിച്ച് പറയാൻ കഴിയില്ല. ആത്മബോധമില്ലാത്തവനത് പറയാൻ കഴിയത്തില്ല. ആത്മബോധത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണോ പറയുന്നത്? സർവരും അങ്ങനെ അല്ലെങ്കിൽ അവർ പറയുന്ന ആത്മബോധത്തെക്കുറിച്ചല്ല എന്ന് മനസ്സിലാക്കും. ആത്മബോധത്തിൽ നിന്നല്ല പറയുന്നതെങ്കിൽ അവർ പറയുന്ന ആത്മബോധമല്ല, മറ്റെന്തോ ബോധമാണ്. എന്തുകൊണ്ട്? ആത്മബോധത്തിന് ഏകരൂപമേ ഉള്ളൂ. അതിന് നാനാരൂപങ്ങളില്ല. അതുകൊണ്ട് ആ ബോധമില്ലാത്തവന് ആ ബോധത്തെ പറയാൻ പറ്റില്ല. അല്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന ആ ബോധമായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് ആത്മാവിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഭാഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ബോധമില്ലാത്തതുകൊണ്ടാണ്, ബോധമുള്ളതുകൊണ്ടല്ല. എന്തുകൊണ്ട്? ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ശരിയായ ബോധത്തെ തന്നെയാണ്. സർവമേത് ശാസ്ത്രപ്രമാണേ ഭവിഷ്യതി. എവിടെ? അഥ അസംസാരണ തഥാ. ഈ ശ്രുതി അസംസാരിയായ നിത്യമുക്തമായ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയണമെങ്കിലാണ് ഇതൊക്കെ ശരിയാകുന്നത്. സംസാരി എന്ന് പറഞ്ഞാൽ പോയി, വേറെ വഴിയായി. അസംസാരി എന്ന് ബോധിപ്പിക്കുകയും താൻ അസംസാരി എന്ന് ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിപരീത ബുദ്ധിയില്ല. മറിച്ചാണെങ്കിൽ സംസാരിയാണെന്നാണ് താൻ ബോധിക്കുകയാണെങ്കിൽ ആ വിപരീത ബുദ്ധിയിൽ നിന്നുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ജീവിതവും സാധനയും സാധ്യവുമല്ല. അസംസാരി എന്ന് ബോധിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊന്നുമില്ല, സർവഭാവാപത്തി. അതാണ് സംഭവിക്കുന്നത് എന്നർത്ഥം. ഇവിടെ പറയുന്നത് ശരി, നിങ്ങളീ പറയുന്നതൊക്കെ ശരിയല്ല. ബ്രഹ്മോപനിഷത്ത് പക്ഷേ ശാസ്ത്രപ്രാമാണ്യ സർവം സമഞ്ജസം ചെയ്ത് തഥൈവാസ്തു. ഇവിടെ ഉപനിഷത്ത് ആ തത്വത്തെ ബോധിപ്പിക്കുന്നു, ഒരുവൻ ആ തത്വത്തെ ഗ്രഹിക്കുന്നു. സർവം സമഞ്ജസം. ഇവിടെ പിന്നെ ഒരാക്ഷേപവും പറയാനില്ല, എല്ലാം പൂർണ്ണമായി. ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നു അതുപോലെ അവൻ ഗ്രഹിക്കുന്നു. വിചാരേണ, പിന്നെ ഈ വിചാരത്തിന്റെ ആവശ്യം എന്തുകൊണ്ട്? വിചാരം എന്തിനാവശ്യമായിട്ട് ഒന്നും ബോധിച്ചു കഴിഞ്ഞല്ലോ. ജീവബ്രഹ്മണോർ ഭേദോ അഭേദോ വേദി വികല്പ്യാദ്യ ദോഷമാണ്. നേരത്തെ പറഞ്ഞാൽ ബോധിച്ചാലും സംശയങ്ങൾ വരാം, വിപര്യം വരാം.
അപ്പം അതിനെ നിവർത്തിപ്പിക്കുന്നതിന് ചർച്ച, എങ്ങനെയുള്ള ചർച്ച എന്ന് പറയുന്നത് കിന്തു അസ്മിൻ പക്ഷി ആത്മീയത്തെ ഉപാസീത ആത്മാനമേവ ആവേദഹം ബ്രഹ്മാസ്മി ഇത് പരബ്രഹ്മേകത്വ പ്രതിപാദക ശ്രുതയെ കുപ്പിയരൻ ആദ്യത്തെ പക്ഷത്ത് സംസാരിയാണ് ബോധിപ്പിക്കുന്നത്. നിന്റെ സ്വരൂപം നിത്യമുക്തമെന്നുള്ള ബോധിപ്പിക്കുന്നത് നീ ജനന മരണങ്ങളുള്ളവനാണ്, കർമ്മഫലത്തെ അനുഭവിക്കേണ്ടവനാണ്. ഇത്തരത്തിൽ ബോധിക്കുകയാണെങ്കിൽ ആത്മീയത്തെ ഉപാസിത മുമ്പ് വന്നതാണ്. ആത്മാനമേവ ആവേദാഹം ബ്രഹ്മാസ്മി ഇത് പരബ്രഹ്മൈകത്വ പ്രതിപാദക ശ്രുതയെ കുപ്പിയരൻ. ഈ ശ്രുതിക്കെല്ലാം വിരോധം വരും. ആത്മഭേദത്തെയാണ് ഒരു ഗ്രഹിക്കുകയാണെങ്കിൽ അത് ശ്രുതിക്ക് വിരോധമാണ്. സംസാരണ അന്യസ്യ അഭാവി ഉപദേശാനുഷ്ഠിക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ നിത്യമുക്തനാണ്, ഞാൻ അംഗീകരിച്ചു. സാറിന് ചോദിക്കുന്ന ചോദ്യം, ശ്രുതി പറയുന്നത് ഞാൻ നിത്യമുക്തനാണ്, അതാണ് പരമാർത്ഥമെങ്കിൽ ശ്രുതി എന്തിനതെന്നെ ബോധിപ്പിക്കണം? ഞാനതാണല്ലോ. ഇത് ശ്രുതിക്ക് എന്താ അവിടെ ജോലി? ഉപനിഷത്ത് എന്ത് പറയണം? ഉണ്ടായിരുന്ന പോലെ ഉപനിഷത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ്. അതാണെങ്കിൽ പിന്നെന്തിനാ ബോധിപ്പിക്കുന്നത്? ഞാനതാണല്ലോ. സംസാരണ അന്യസ്യഭാവേ സംസാരി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംസാരി കൂടിയേ തീരും. ജന്മമരണങ്ങളുള്ള ഒരുവൻ കൂടിയേ തീരും. അതില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഉപദേശാനുഷ്ഠിക ഉപദേശം വ്യർത്ഥമാവും. ഞാൻ നിത്യമുക്തനാണ്, എനിക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല, അവിടെ സംസാരിയില്ല. ഗുരു ആരെ ഉപദേശിക്കുന്നത്? ആരെ കണ്ടുകൊണ്ട് ഉപദേശിക്കുന്നു? ഗുരുവിനെ സംബന്ധിച്ച് എല്ലാവരും മുക്തരാണ്. എന്തുകൊണ്ട്? താൻ മുക്തനായിരിക്കുന്നു, മുക്തമായ ആത്മാവാണ് സർവത്ര. പിന്നെ ഗുരു ആരെ ഉപദേശിക്കും? ഉപദേശം വ്യർത്ഥമായി തീരും. ശ്രുതിയുടെ ഉപദേശങ്ങളും വ്യർത്ഥമായി തീരും. സർവ്വ സച്ചിദാനന്ദമായിരിക്കുമ്പോൾ ഇവിടെ ആരാരോപദേശിക്കുന്നു? ഏത് ഗുരു, ഏത് ശിഷ്യൻ? യഥേവം പണ്ഡിതാനമപ്യേതൻ മോഹസ്ഥാനം അനുക്ത പ്രതിവചന പ്രശ്ന വിഷയം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് കൂടി ശരിയായ ഉത്തരം പറയാൻ കഴിയത്തില്ല. മഹാമോഹസ്ഥാനം അനുക്ത പ്രതിവചന പ്രശ്ന വിഷയം, ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ അങ്ങനെ ശേഷി. അന്തഃ യഥാശക്തി ബ്രഹ്മവിദ്യാ പ്രതിപാദ വാക്യേഷു ബ്രഹ്മവിജിജ്ഞാസുനാം ബുദ്ധിവിത്പാദനായ വിചാര വിഷ്യാമ. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. താൻ നിത്യം മുക്തനാണെങ്കിൽ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. സംസാരിയാണെങ്കിൽ ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവിടെ യഥാശക്തി എനിക്ക് പറയാൻ കഴിയുമെന്നുള്ള രീതിയിൽ, കേൾക്കുന്നവന് ഗ്രഹിക്കാൻ പറ്റിയ രീതിയിൽ ബ്രഹ്മവിദ്യാ പ്രതിപാദ വാക്യേഷു ബ്രഹ്മജിജ്ഞാസു, എന്തായാലും ബ്രഹ്മജിജ്ഞാസുക്കൾ ഇവിടെയുണ്ട്. എന്താണ് സത്യം, എന്താണ് തന്റെ വാസ്തവം, എന്താണ് തന്റെ സ്വരൂപം എന്നറിയാൻ ആഗ്രഹമുള്ള ജിജ്ഞാസുക്കൾ ഇവിടെയുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണ്ടി ബുദ്ധിവിത്പാദനായ, അവർക്ക് ബുദ്ധിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ബുദ്ധി ഉത്പാദനം എന്ന് പറഞ്ഞാൽ കേവലം ബുദ്ധിയെ ഉണ്ടാക്കുന്നുള്ള അർത്ഥത്തിലല്ല, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശരിയായ നിശ്ചയാത്മകമായ ബോധത്തിലെത്തിക്കുന്നതിന് വിചാരയിഷ്യാമ. ഞാൻ എന്റെ വിചാരം തുടരുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും വീണ്ടും വിചാരിച്ച് പറഞ്ഞാലും നിർത്താൻ പാടില്ല. വിപരീത ബുദ്ധി ചെന്ന് ചിലപ്പോൾ നിന്നു പോകും.
അതുകൊണ്ട് ആ ബുദ്ധി വ്യുത്പാദനത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വിചാരം തുടരുന്നു. ഭാഷ്യകാരൻ പറയുന്നു എല്ലാവരും തുടരണം, ഞാനെന്നല്ല, വിചാരിഷ്യാമ, എല്ലാവരും ഇത് തുടരണം. ഇത് മടുത്ത് നിർത്തിക്കളയരുത്. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് സ്വയം അറിയാൻ കഴിയില്ല. ഉറങ്ങുന്നതിന് സ്വയം അറിയാൻ കഴിയില്ല, താൻ ഉറങ്ങുന്നു. മറ്റൊരാളെ വിളിച്ചു നടത്തിയിട്ട് പറയണം നീ ഇതുവരെ ഉറക്കത്തിലായിരുന്നു. അതുപോലെ ഇവിടെ ശ്രുതി അല്ലെങ്കിൽ ഗുരു വിളിച്ചു നടത്തി പറയുന്നതാണ് വിചാരം. നീ ആ തത്വമാണ്, പരമാത്മ തത്വമാണ്. അതിനുള്ള പറയുന്ന ബുദ്ധി വ്യുത്പാദനം ധിയം യഥാ തത്വം അവഗാഹിനിയും കർത്തും. ആ തത്വത്തെക്കുറിച്ചുള്ള ശരിയായ നിശ്ചയം അതുണ്ടാകുന്നു. പറഞ്ഞതിന് തട്ടി നിന്നാണ് ആ ബ്രഹ്മബോധത്തിൽ നിന്നുകൊണ്ട് ശ്രവണാദികൾ ചെയ്യുക. താൻ അസംസാരിയാണെന്ന് ബോധിച്ചുകൊണ്ട് ശ്രവണാദികൾ ചെയ്യുക. താൻ അങ്ങനെ ഒരു മുക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറിച്ചാണെങ്കിലോ ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അദ്വൈത മതമനുസരിച്ച് ഇതൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. മറ്റു മതങ്ങളിൽ ഓരോ തരത്തിലും മുക്തിയെക്കുറിച്ച് പറയുന്നു, അതെല്ലാം സംഭവിക്കും. ഇവിടെ ആത്മബോധത്തിൽ തന്നെ മുമ്പോട്ട് പോകണം. ആത്മജ്ഞാനിയായിട്ടാണ് മുന്നോട്ട് പോയേ പറ്റൂ. ആത്മജ്ഞാനിയാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ? ആത്മജ്ഞാനി അങ്ങനെ ആകാമോ, ഇങ്ങനെ ആകാമോ? അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പരിഹരിച്ചോളൂ. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ താൻ അസംസാരിയായ ആത്മാവാണ് എന്ന ബോധത്തിൽ തന്നെ പോകണം. അതിനുവേണ്ടി ബ്രഹ്മജിജ്ഞാസുകൾക്ക് ആ ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി വിചാരിഷ്യ. അതിന് ഒരു കൂട്ടർ പറയുന്നത് എന്താണ്? എന്ന താവത സംസാരിഗ്രഹ പാണിപേഷണ പ്രതിബോധ ശബ്ദാദിപുജോ അവസ്ഥാന്തർവിശിഷ്ടാത്പത്തിശ്രൂയതേ ന പ്രശാസിത അശനായാദിവർജിത പരോ വിദ്യതേ തസ്മാ ബ്രഹ്മജപേഷ്യാമീതി പ്രതിജ്ഞായ അസക്തം പുരുഷം പാണിപേഷം ഭോഷയിത്വ തം ശബ്ദാദിഭോക്തൃത്വവിശിഷ്ടം ദർശയിത്വ തസ്സൈവ സ്വപ്നഗുണേന സുഷുപ്ത്യാഖ്യം അവസ്ഥാന്തരം ഉന്നീയ തസ്മാദേവ ആത്മനഃ സുഷുപ്ത്യവസ്ഥാവിശിഷ്ടാ അഗ്നിവിസ്ഫുലിംഗ ഊർണനാഭിദൃഷ്ടാന്താഭ്യാം ഉത്പത്തിം ദർശയതി ശ്രുതി ഏവമേവ അസ്മാദിത്യാദിന നന്യോ ജഗതുത്പത്തി കാരണം അന്തരാളേ ശ്രുതോ അസ്തി വിജ്ഞാനമയസേവ ഹി പ്രകരണം. ഇവിടെ ഉപദേശിക്കുന്ന ഈ ആത്മതത്വം അസംസാരിയല്ല, പൂർവക്ഷമാണ്. സാധാരണ നമ്മളെല്ലാം പറയുന്നത് ഇവിടെ അടുത്ത് പറയുക വിശദീകരിച്ച്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? അസംസാരിയായി ആത്മാവിനെ സ്വീകരിക്കാൻ താൻ തയ്യാറല്ല. സംസാരിയായി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ബന്ധനത്തിലിരിക്കുന്നതാണ് ഇഷ്ടം. ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ഈ തത്വത്തെ മനസ്സിലാക്കാൻ അങ്ങനെ പറയും. എനിക്ക് ജനിക്കുന്നതും മരിക്കുന്നതുമാണ് ഇഷ്ടം. ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു. എനിക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്താൽ ലോകത്തെ നന്നാക്കാം. ഇത് അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, അത് ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. ബോധത്തിൽ നിന്നുകൊണ്ടാണോ പറയുന്നത്, അന്ധതയിൽ നിന്നുകൊണ്ടാണോ പറയുന്നത്?
അന്ധതയിൽ നിന്നുകൊണ്ട് ഇതും പറയാം, ഇതിനപ്പുറവും പറയാം. ബോധത്തിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല എന്നാണ് അടുത്ത് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ബോധത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല. ഇത് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ബോധത്തിൽ അതില്ല, ജനന മരണങ്ങളില്ല. താൻ സംസാരിയാണ്. മറിച്ചാണെങ്കിൽ പറയാം എന്ന താവത് അസംസാരി പരഹ. സംസാരി അസംസാരിയല്ല, സംസാരിയാണ്. ഇതെല്ലാം പറഞ്ഞെന്ന് ഇവിടെ അജാതശത്രു ചെന്ന് പറയും, കിടക്കുന്നതിന്റെ അടുത്ത് നിന്ന് അവനെ തട്ടി ഉണർത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് പറയാണ് പാണിപേഷണ പ്രതിബോധിത. പുലിക്ക് ഉണർത്തി. ശബ്ദാദിഭുജോ, അവൻ ഉണർന്നിരുന്ന് ഈ ലോകത്തെ കാണുന്നു. അവസ്ഥാന്തര വിശിഷ്ടാ, അവൻ പിന്നെ ഈ അവസ്ഥയ്ക്കോട്ട് വേറൊരവസ്ഥയിൽ പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നു, ഉത്പത്തി ഉണ്ടായി. പ്രശാസിത അശനായാതിവർജിത. ഇവൻ പറഞ്ഞല്ലോ അവനാണിതൊക്കെ സൃഷ്ടിച്ചതെന്ന്. അവനിവിടെ വരുമ്പോൾ വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത പരോന വിദ്യതേ, അതൊന്നും ഇല്ലാത്ത ഒരുവനില്ല. കസ്മാ, എന്തുകൊണ്ട്? യസ്മാ ബ്രഹ്മജപേഷ്യാമി, ഇവിടെ തന്നെ അജാതശത്രു പറഞ്ഞു ഞാൻ നിന്നെ ബ്രഹ്മത്തെ ബോധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് പ്രതിജ്ഞായ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് സുപ്തം പുരുഷം, ഉറങ്ങി കിടന്നവനെ പാണിപേഷം ബോധയിത്വം അവനെ ഉണർത്തി, കുലുക്കി ഉണർത്തി. തം ശബ്ദാദി ഭോക്തൃത്വ വിശിഷ്ടം ദർശയിത്വം. അത് കഴിഞ്ഞിട്ട് അവനെ കാണുന്ന എങ്ങനെയാണ്? അവൻ ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നവനായിട്ടാണ്. പിന്നെ അവനെ തന്നെ തസ്യോ, അവനെ തന്നെ സ്വപ്നദ്വാരേണ, സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. സുഷുപ്തിയാക്കും അവസ്ഥാന്തര ഉന്നീയ, ഇങ്ങനെയും വ്യാഖ്യാനിക്കാമെന്നു. പിന്നെ അവന്റെ സുഷുപ്തിയെ കാണിക്കുന്നു. ആരെവിടെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന്. തസ്മാദേവാത്മനഃ, പിന്നെ ആ അവനിൽ നിന്നും ഇങ്ങനെ ഇവിടെ സംസാരിയായിരിക്കുന്ന ഇവൻ തന്നെയാണ് സുഷുപ്തി പോയത്. അവിടെ നിന്നും സുഷുപ്തി അവസ്ഥ വിശിഷ്ട, അങ്ങനെ സുഷുപ്തി അവസ്ഥയുള്ള ഒരുവൻ, സ്വപ്നാവസ്ഥയുള്ള ഒരുവൻ, ജാഗ്രത അവസ്ഥയുള്ള ഒരുവൻ, അവനിൽ നിന്ന് അഗ്നി വിസ്ഫുലിംഗ ഊർണനാഭി ദൃഷ്ടാന്താഭ്യാം, അഗ്നി വിസ്ഫുലിംഗ ഊർണനാഭി, ഈ ദൃഷ്ടാന്തങ്ങളുടെ സഹായത്തോടുകൂടി ഉത്പത്തി ദർശയതി, ആ സംസാരിയിൽ നിന്നുള്ള ഉത്പത്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയുള്ള വ്യത്യാസം. അവൻ ഉണർന്നിരുന്നപ്പോൾ അവൻ ഇതൊക്കെ കണ്ടു അനുഭവിച്ചിരുന്നു, ഭോക്താവായിരുന്നു. സുഷുപ്തിയിൽ അവനൊരു രൂപാന്തരം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നു തന്നെയാണ് സൃഷ്ടിക്കുന്നത്, സംസാരി തന്നെയാണ്. ഏവമേവ അസ്മാ, ശ്രുതിയും പറയുന്ന അങ്ങനെയാണ്. ആ സംസാരിയിൽ നിന്നാണ് ഇത്യാദന. എന്നുവെച്ചാൽ അന്യോ ജഗതുത്പത്തി കാരണം മന്ദരാളേ ശ്രുതോ അസ്തി. ഇവിടെ അങ്ങനെ പൂർവക്ഷി പറയുകയാണ്, ഇങ്ങനെ ഒരുത്തൻ ഉണർന്നിരിക്കുന്നു, ഉണർന്നവനല്ലേ ഉറങ്ങിയത്, രണ്ടും ഒരാൾ തന്നെ. ആ ഉണർന്നവൻ തന്നെയാണ്. അവനല്ലാതെ വേറൊന്നിനെ ഇവിടെ ജഗത് കാരണമായി ശ്രുതി പറയുന്നില്ല. വിജ്ഞാനമൈസ്യവ ഹി പ്രകരണ, ഇവിടെ ഈ ചർച്ച ചെയ്യുന്നതല്ല ഈ ഒരു ജീവനെ കുറിച്ചാണ്, ഇതിനപ്പുറം ഒന്നില്ല എന്ന് പറയുന്നു. സംസാരിയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ഇവിടെ ശ്രുതി അല്ലെങ്കിൽ ഗുരു ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത് സംസാരി ആത്മാവിനെയാണ്. അവൻ തന്നെ സംസാരി ആത്മാവാണെന്ന് ധരിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് ഇതിന്റെ ഈ ചർച്ചയുടെ താല്പര്യം. പൂർവക്ഷി പറയുന്നു അത് കാരണം ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതാണ്. സിദ്ധാന്തി പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, തന്നെ അസംസാരിയായി തന്നെ മനസ്സിലാക്കണം, തന്നെ നിത്യമുക്തനായി തന്നെ മനസ്സിലാക്കണം. താൻ നിത്യമുക്തനാണെന്നുള്ള ബോധം, ആത്മബോധം, ആ ആത്മബോധത്തിൽ തന്നെ മുമ്പോട്ട് പോകണം. അതാണ് ബ്രഹ്മവിദ്യ. അവിടെ ഒരു ഘട്ടത്തിൽ ഒരു സമയത്തും താൻ അജ്ഞനാണ്, സംസാരിയാണെന്ന് ഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ കരുതുകയാണെങ്കിൽ അത് ബ്രഹ്മവിദ്യയല്ല. ആത്മബോധത്തിൽ നിന്ന് ബാക്കി ഉള്ള കാര്യങ്ങളല്ല, സാധനങ്ങളല്ല, എന്തായാലും ശരി. ഈ വിഷയം നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ആത്മബോധത്തിന്
പ്രയാസമില്ലെന്നുള്ളത് സർവമേവ ശബ്ദപ്രമാണം. ശബ്ദം അത് ബോധിക്കുന്നതിന് എന്താ തടസ്സം? ഗുരുവിന്റെ സ്വരൂപത്തെ ശാസ്ത്രം ബോധിപ്പിക്കുമ്പോൾ അതാണെന്ന് ഗ്രഹിക്കാൻ ആരാ തടസ്സമായി നിൽക്കുന്നു? ആത്മബോധത്തിന് ഒരു തടസ്സമില്ല. മറ്റുള്ള കാര്യങ്ങൾക്ക് ആ തടസ്സമുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണോ അതിന് തടസ്സം വരും, എന്തെങ്കിലും ചിന്തിക്കണമോ അതിന് തടസ്സം വരും. എല്ലാത്തിനും ഈ ലോകത്ത് വിഘ്നങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം. ആത്മബോധം അങ്ങനെയല്ല. അത് ബോധിപ്പിച്ചു തത്വമസി. അവിടെ ബോധിക്കുകയല്ല, വേറെ നിവൃത്തിയില്ല. അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് പോവുക, അതാണ്. ചുരുക്കത്തിൽ ഒരാൾക്ക് ഒരേ സമയം അജ്ഞനും ജ്ഞാനിയുമായിരിക്കാൻ പരമാർത്ഥത്തിൽ നടക്കത്തില്ല. ഒരാൾക്ക് സംസാരിയും അസംസാരിയുമായിരിക്കാൻ പറ്റത്തില്ല. ഈ ആത്മതത്വം ശ്രവിക്കുന്നതുവരെ ഞാൻ സംസാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതുവരെ അവൻ അസംസാരിയായിരുന്നില്ല. അങ്ങനെ ഒരു ബോധം അവനുണ്ടായില്ല. ആത്മതത്വം ശ്രവിച്ചതിന് ശേഷവും പിന്നെ അങ്ങനെ ഒരാൾക്ക് സംസാരിയായിരിക്കാൻ പറ്റും? അവൻ അസംസാരിയായിരിക്കാനേ കഴിയൂ. മറിച്ചായിക്കൂടെ എന്നുകൂടെ ചിന്തിച്ചു നോക്കുകയാണ്. വിജ്ഞാനമയസ്യവഹി പ്രകരണം. ഇത് ജീവനെ കുറിച്ച് പറയുകയാണ്. ജീവനെയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ ഒരു പൂർവപക്ഷം പറയുകയാണ്, അതിനൊരു ബന്ധമില്ല ഈ പ്രകരണമായിട്ട്. എന്തുകൊണ്ട്? ശ്രുതി നേരിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞ് നീ അസംസാരിയാണ്, പിന്നെ സംസാരിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? എല്ലാവരുടെ പക്കലും യുക്തിയുണ്ട്, പ്രമാണങ്ങളുണ്ട്. ശ്രുതി എങ്ങനെ പറഞ്ഞാലും ശരി, നീ നിത്യമുക്ത സ്വരൂപനാണെന്ന് പറഞ്ഞാലും ശരി, അതിനാണ് പറയുന്നത് വിപരീത ബുദ്ധി. ഒരാൾക്ക് വിപരീത ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. ഈ പറയുന്ന വിപരീത ബുദ്ധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. ഇനി വരുന്ന ഭാഗങ്ങളും അങ്ങനെയാണ്. ധാരാളം ശ്രുതികൾ കൂടി എടുത്തുകൊണ്ട് പറയുന്നത് വിപരീത ബുദ്ധിക്ക്. നീ എന്നാരെ വിളിക്കുന്നത്? സംസാരിക്കുകയാണ്. ആത്മാ എന്ന് പറയുന്നത് നിന്നെക്കുറിച്ചാണ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അത് വിപരീത ബുദ്ധിയാണെന്നേ ഉള്ളൂ. അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച. അപ്പോൾ തത്വത്തിൽ എന്താണ്? ആത്മബോധത്തിൽ ആ തത്വത്തിൽ നിലയുറപ്പിച്ചുകൊണ്ടേ ഉള്ളൂ ആത്മവിചാരം. ഒരു നിമിഷം പോലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതിന് മറ്റൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ല. പക്ഷെ പലരും പറയും, പലയിടത്തും പറയും എന്താണ് അങ്ങനെ ഒരു ആത്മബോധം അത് അഹന്തയുണ്ടാക്കും, അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും. അത് ആ വിപരീത ബുദ്ധി എന്നുകൊണ്ട് പറയുകയാണ്. ആത്മബോധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. ആത്മബോധം എന്നുള്ള കാര്യത്തിൽ വിപരീത ബുദ്ധി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വരും. എന്താണ്? അഹന്ത വരും. അഹന്തയും നിന്ദയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും. ആത്മബോധത്തിൽ വിപരീത ബുദ്ധി ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ അജ്ഞാനനാശം തന്നെ സംഭവിക്കുകയാണ്. അഹന്ത നാശം വരികയാണ്. വെറുതെ അഹന്ത പോണമെന്ന് പറയുകയല്ല. അജ്ഞാനനാശം കൊണ്ട് അഹന്ത നാശം സംഭവിക്കുകയാണ് അവിടെ. അത് ഈ വെളിച്ചം കൊണ്ടല്ല, വേറെ വഴിയില്ല. ആ വെളിച്ചം എന്ന് പറയുന്നതാണ് അസംസാരിയായ ആത്മതത്വത്തെ ഗ്രഹിക്കുക. അത് താനാണെന്ന് ഗ്രഹിക്കുക, അത് സർവമാണെന്ന് ഗ്രഹിക്കുക. ഈ ഒരു വഴിയേ ഉള്ളൂ. അദ്വൈതിക്ക് ഉപദേശിക്കാനായിട്ട് വേറെ വഴികളൊന്നുമില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിലാകാമെന്ന് പരിശോധിച്ചു നോക്കുകയാണ്. ഞാൻ സംസാരിയാണ് എന്ന് കരുതി മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? അതില്ല എന്നാണ് ഇവിടെ പറയുന്നത്.